പെട്ടെന്നവർ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ അവരോട് നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് കുറച്ച് പേടിപ്പിക്കുന്നത് പോലെ ചോദിക്കുന്നു. അവരും പേടിച്ചിട്ട് ജസ്റ്റ് തണുപ്പ് മാറ്റാൻ കയറിയതാണെന്നും ഇപ്പോൾ തന്നെ പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അയാളാണെങ്കിൽ അവരെ പിടിച്ചു നിർത്തിയിട്ട് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുകയാണ്. ആക്ച്വലി വീട്ടിൽ നിന്ന് പുക വരുന്നത് കണ്ടിട്ട് വല്ല കൊള്ളക്കാരും കയറിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു പുള്ളി വന്നത്. ഇവർ 2 പാവം കുട്ടികളാണെന്ന് മനസ്സിലാക്കുന്ന അയാൾ അവർക്ക് വേണ്ടി ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നു. സിംഗയാണെങ്കിൽ പുള്ളിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒപ്പം ഡാക്മറും കൂട്ടരുമാണ് ഇവരെ തിരഞ്ഞു നടക്കുന്നത് എന്നുകൂടി പറയുമ്പോൾ അയാൾ ആ സമയത്തൊരു ഫ്ലാഷ് ബാക്ക് പറയുകയാണ്. അത് ആ ഡാക്മറുടെ കഥയായിരുന്നു. ഇവിടെയുള്ള എല്ലാവർക്കും ഡാക്മറിനെ അറിയാം. പ്ലേഗ് അഥവാ ബ്ലാക്ക് ഡെത്ത് ഈ താഴ്വരയിലും എത്തിയപ്പോൾ അത് ഡാക്മറുടെ പണിയാണെന്നാണ് ആളുകൾ കരുതിയത്. ഡാക്മർ ഒരു മന്ത്രവാദിനി ആയതുകൊണ്ട് അവൾ ഈ ഗ്രാമത്തിനു മേൽ ശാപം ചൊരിഞ്ഞതാണെന്നാണ് എല്ലാവരും വിശ്വസിച്ചത്. അതിനെ തുടർന്ന് ഡാക്മറിനെയും അവളുടെ മകളെയും നാട്ടുകാരെല്ലാം ചേർന്ന് ജലപരീക്ഷയ്ക്ക് വിധേയമാക്കി. ഡാക്മർ എത്ര കരഞ്ഞ് യാചിച്ചിട്ടും അതൊന്നും വകവെക്കാതെ അവളുടെ 5 വയസ്സുള്ള മകളെ കൈയും കാലുമെല്ലാം കെട്ടി അവർ ആ വെള്ളത്തിലേക്ക് എറിഞ്ഞു. ആ ചെറിയ കുട്ടി അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാനാണല്ലേ? അവരെല്ലാം ചേർന്ന് ആ കുഞ്ഞു കുട്ടിയെ കൊന്നു കളഞ്ഞു എന്ന് തന്നെ പറയാം. ആ കാഴ്ച കണ്ട് ചങ്ക് പിടഞ്ഞ് ഡാക്മറും അവിടെ വീഴുമ്പോൾ അന്ന് അവളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞും ഇല്ലാതായി. അടുത്തതായി അവർ ഡാക്മറിനെ ജലപരീക്ഷയ്ക്ക് വിധേയമാക്കി. കയർ വലിച്ചപ്പോൾ അതിൽ ഡാക്മറിന്റെ ബോഡി ഉണ്ടായിരുന്നില്ല. നാട്ടുകാരെല്ലാം ചേർന്ന് നദിയുടെ അടിത്തട്ട് വരെ പരിശോധിച്ചു. പക്ഷേ ഒന്നും തന്നെ കിട്ടിയില്ല. ഇതൊക്കെ കേട്ടപ്പോഴാണ് ഡാക്മറിന് ആളുകളോടൊന്നും ഒരു ദയയുമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് സിംഗയ്ക്ക് മനസ്സിലായത്. അവളോട് എല്ലാവരും ചേർന്ന് ചെയ്തതും ക്രൂരത മാത്രമാണല്ലോ. അടുത്ത ദിവസം രാവിലെയാകുമ്പോൾ സിംഗ അവിടെയുള്ള ആളുമായി ചേർന്ന് കരടിയെ എങ്ങനെയാണ് കൊല്ലുന്നത് എന്നൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഫ്രിഗ് കുറച്ച് വൈകിയാണ് ഉറക്കം എണീക്കുന്നത്. അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇതേ സമയം സിംഗയും മറ്റേ പുള്ളിയും സംസാരിക്കുന്നത് അവർക്ക് സുരക്ഷിതമായി പോകാൻ പറ്റുന്ന സ്ഥലത്തെക്കുറിച്ചായിരുന്നു. സിംഗയ്ക്ക് അവളുടെ അനിയനെ സംസ്കരിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊന്നും സേഫായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾ പറയുന്നു. എന്നാൽ ഫ്രിഗിനെ സംരക്ഷിക്കാൻ പറ്റിയ ആരെങ്കിലും അറിയാമോ എന്ന് സിംഗ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് സിംഗയ്ക്ക് തന്നെ ഫ്രിഗിനെ നോക്കാമല്ലോ എന്നാണ്. പക്ഷേ അവൾക്ക് സ്വന്തം കാര്യം തന്നെ നോക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സിംഗ ചിന്തിക്കുന്നതിലും അപ്പുറം അവൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അയാൾ അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ഫ്രിഗ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നത് സിംഗ കാണുന്നത്. സിംഗ അവളെ വിളിക്കുമ്പോഴും അതൊന്നും കാര്യമാക്കാതെ ഫ്രിഗ് അവിടെ നിന്ന് പോവുകയാണ്. സിംഗ വേഗം പുറകെ ചെന്ന് ഫ്രിഗിനെ പിടിച്ചു നിർത്തുന്നു. അവളെ ഒറ്റക്കാക്കിയ പോലെ തോന്നിയോ എന്ന് ചോദിച്ച് സിംഗ അവളെ ഹഗ് ചെയ്യുകയാണ്. മാത്രമല്ല ഒരിക്കലും അവളെ ഒറ്റക്കാക്കില്ല എന്ന് പറഞ്ഞ് സിംഗ അവളെ തിരിച്ചു കൊണ്ടുപോകുന്നു. അതെല്ലാം കണ്ട് കുറച്ചപ്പുറത്തായിട്ട് ഡാക്മറും കൂട്ടരും നിന്നിരുന്നു. ആ കാഴ്ച കണ്ട് ഡാക്മർ അവളുടെ കൂടെയുള്ളവരോട് പറയുന്നത് സിംഗയെയും അവിടെയുള്ള ആളെയും കൊന്നിട്ട് ഫ്രിഗിനുള്ള ശിക്ഷ കൊടുക്കണം എന്നായിരുന്നു. അതിനായിട്ട് അവരെല്ലാവരും തയ്യാറെടുക്കുന്നു. എന്നാൽ ഇതിനോടകം തന്നെ കുട്ടികളും അയാളും നല്ല കൂട്ടായിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ സ്പൂൺ കൊണ്ട് എങ്ങനെയാണ് കഴിക്കുന്നത് എന്നൊക്കെ സിംഗ ഫ്രിഗിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവരെങ്ങനെ സന്തോഷത്തോടെ അവിടെ ഇരിക്കുമ്പോൾ ഡാക്മറും കൂട്ടരും ആയുധങ്ങളെല്ലാം എടുത്ത് ആ വീട് വളഞ്ഞിരിക്കുകയായിരുന്നു. ആ വീടിനകത്ത് ഫ്രിഗ് വളരെ സന്തോഷിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഡാക്മറിന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അവർ 2 ഭാഗത്തായിട്ട് ആയുധവും തയ്യാറാക്കി നിൽക്കുമ്പോൾ അർവിഡ് പയ്യെ വീടിന്റെ വാതിൽ തുറക്കുന്നു. പക്ഷേ അത് മനസ്സിലാക്കി അകത്ത് നമ്മുടെ കുട്ടികളുടെ കൂടെയുള്ള ആൾ അർവിഡിനെ പിടിച്ച് അവന്റെ കഴുത്തിൽ ആയുധം വെക്കുന്നു. എന്നിട്ട് എല്ലാവരോടും മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കാൻ ആവശ്യപ്പെടുന്നു. ഒപ്പം കുട്ടികളോട് വേഗം ഓടാനായി റെഡിയാവാനും പറയുന്നുണ്ട്. ഫ്രിഗിനാണെങ്കിൽ അർവിഡിന്റെ കഴുത്തിൽ കത്തിവെച്ചതിൽ വിഷമമുണ്ട്. അവൾ അയാളെ വിടാൻ പറയുന്നുമുണ്ട്. അപ്പോൾ അർവിഡും ഫ്രിഗിനെ നോക്കുന്നു. ഡാക്മർ പറയുന്നത് ഫ്രിഗിനെ വിട്ടാൽ ഇവിടെ നിന്ന് പോയിക്കൊള്ളാം എന്നാണ്. അതും പറഞ്ഞ് അവൾ ഫ്രിഗിനെ വിളിക്കുന്നുമുണ്ട്. പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഫ്രിഗിനെ കൊല്ലുമെന്നും ഡാക്മർ ഭീഷണി മുഴക്കുന്നു. അപ്പോൾ ആ വീട്ടിലെ പുള്ളി അർവിഡിന്റെ കഴുത്തിനോട് കത്തി ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ അർവിഡിനെ കൂട്ടി മുന്നോട്ട് വരുന്ന അദ്ദേഹത്തെ അവിടെ ഒളിച്ചിരുന്ന മറ്റൊരാൾ ആക്രമിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പുള്ളി പെട്ടെന്ന് തന്നെ വന്ന് അവന് നേരെ കത്തി ചൂണ്ടിയിട്ട് സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അർവിഡിനെ ഒരു ഷീൽഡ് പോലെ മുന്നിൽ നിർത്തുകയാണ്. അയാളുടെ മുന്നിൽ ഒന്നും ചെയ്യാനാകാതെ ഡാക്മർ നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഡാക്മറിനോട് എല്ലാവരും ചെയ്ത അനീതിയെല്ലാം എനിക്കറിയാം. പക്ഷേ ഈ പെൺകുട്ടികൾ നിരപരാധികളാണ്. ഡാക്മറിനെയും കുഞ്ഞിനെയും പോലെ തന്നെയാണ് ഇവരും. ഇതൊക്കെ കേട്ട് ഡാക്മർ ഒരു നിമിഷം ഇമോഷണൽ ആകുമ്പോൾ അർവിഡും വിഷമത്തോടെ ഫ്രിഗിനെ നമുക്ക് വിടാമെന്ന് പറയുന്നു. പക്ഷേ അത് പറയുമ്പോൾ അർവിഡ് എന്തോ ഒരു സിഗ്നൽ പോലെ ഡാക്മറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് കണ്ട് മനസ്സില്ലാ മനസ്സോടെ അവൾ അവന് നേരെ അമ്പെയ്യുകയാണ്. ആ ഒരു നിമിഷം ഫ്രിഗിനും നല്ല വിഷമം വരുന്നുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ അവരെ സംരക്ഷിക്കുന്ന അയാളെയും ഡാക്മറിന്റെ ആളുകൾ അമ്പെയ്ത് ആക്രമിക്കാൻ തുടങ്ങുന്നു. അദ്ദേഹം എങ്ങനെയോ വീടിനകത്തേക്ക് കയറി വാതിലടക്കുകയാണ്. അപ്പോഴും അവന്മാർ ആ വാതിൽ പൊളിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അമ്പേറ്റ് കിടക്കുന്ന അർവിഡിനെ ഡാക്മർ വിഷമത്തോടെ നോക്കുന്നുണ്ട്. ആക്ച്വലി എല്ലാത്തിനേക്കാളും ഡാക്മറിന് ഇമ്പോർട്ടന്റ് ഫ്രിഗാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതേസമയം കുട്ടികൾ പേടിച്ച് നിൽക്കുകയാണെങ്കിലും അവർക്ക് വേണ്ടി പൊരുത്തുന്ന അദ്ദേഹത്തെ വിട്ടുപോകാൻ അവർ തയ്യാറാകുന്നില്ല. പുള്ളിയാണെങ്കിൽ പുറകിലെ വഴിയിലൂടെ രക്ഷപ്പെടാൻ അവരെ നിർബന്ധിച്ചുകൊണ്ട്
നോക്കിക്കൊണ്ടേയിരിക്കുന്നു. പുറത്ത് അർവിഡിന്റെ ജീവൻ പോയ നിമിഷം അകത്തേക്ക് ആ വാതിൽ പൊളിച്ച് അവന്മാരും കയറുന്നു. അപ്പോഴേക്കും കുട്ടികൾ ഒരു ചെറിയ വിടവിലൂടെ ആ വീടിന്റെ പുറത്തേക്ക് കടന്നിരുന്നു. അപ്പോഴും കുട്ടികളെ അവന്മാർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ ജീവൻ കൊടുത്ത് പൊരുതുകയാണ്. പുറത്തേക്ക് ഓടുന്ന സമയത്തും അദ്ദേഹം വേദന കൊണ്ട് അലറുന്ന ശബ്ദം കേട്ട് ഫ്രിഗും സിംഗും അവിടെ നിൽക്കുന്നുണ്ട്. ആ വിഷമത്തിലും അവർ രക്ഷപ്പെടുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലാതെ ഓടുകയാണ്. ഡാക്മറിനാണെങ്കിൽ അവർ രക്ഷപ്പെട്ട വഴി മനസ്സിലാകുമ്പോൾ അവളും അവരുടെ പിറകെ തന്നെ ഓടുന്നു. അങ്ങനെ ഓടി ഓടി കുട്ടികൾ എത്തുന്നത് ഒരു എൻഡ് പോയിന്റിലാണ്. പാറകൾക്ക് മുകളിൽ അവർ നിൽക്കുമ്പോൾ തൊട്ടു താഴെ വലിയൊരു വെള്ളച്ചാട്ടം കാണാം. വെള്ളവും പാറകളും മാത്രം നിറഞ്ഞ് അവിടെ എത്തുമ്പോൾ അവർക്കിനി ഒരു രക്ഷയുമില്ല. ഡാക്മർ ആണെങ്കിൽ ഫ്രിഗിനോട് കൂടെ വരാൻ പറയുമ്പോൾ അവൾ അവിടെ നിന്ന് ചാടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഫ്രിഗിനെ ഡാക്മർ അവളുടെ സ്വന്തം മകളായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡാക്മറിന് അവളെ നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല. സോ ഫ്രിഗിന് വേണ്ടി അവൾ ആയുധങ്ങളെല്ലാം താഴെ വെച്ച് ചെയ്ത കുറ്റങ്ങൾ ഏറ്റുപറയുന്നു. ഇനി ഒരു തെറ്റും ചെയ്യില്ല എന്നും ഫ്രിഗ് കൂടെ വന്നാൽ പുതിയൊരു ജീവിതം തുടങ്ങാമെന്നും പറയുന്നു. ഡാക്മറിനെ ഫ്രിഗിനെ എപ്പോഴും കൂടെ വേണമെന്ന് മാത്രമേയുള്ളൂ. സോ ഫ്രിഗ് കൂടെ വരണമെങ്കിൽ സിംഗയെ ഒന്നും ചെയ്യാതെ വെറുതെ വീഴണമെന്ന കണ്ടീഷൻ ഫ്രിഗ് പറയുന്നു. അത് ഡാക്മർ സമ്മതിക്കുന്നുമുണ്ട്. അങ്ങനെ ഫ്രിഗ് ഡാക്മറുടെ കൂടെ പോകാൻ തുടങ്ങുമ്പോൾ നീ ആരാണെന്ന് ഒരിക്കലും മറക്കരുത് ഫ്രിഗ് എന്നൊരു അഡ്വൈസ് സിംഗ അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഡാക്മറിന്റെ കയ്യിൽ ഫ്രിഗ് എത്തിച്ചേർന്നപ്പോൾ തന്നെ തന്റെ മരണം സിംഗ ഉറപ്പിച്ചിരുന്നു. അവൾ അതിന് തയ്യാറായിട്ട് താഴേക്ക് നോക്കുന്നുമുണ്ട്. അപ്പോൾ ഡാക്മർ സിഗ്നൽ കൊടുത്തതിനെ തുടർന്ന് അവളുടെ കൂട്ടാളി സിംഗയ്ക്ക് നേരെ അമ്പയുകയാണ്. അതിന് തൊട്ടു മുൻപേ തന്നെ സിംഗ താഴെ ആ ഒരു വെള്ളത്തിലേക്ക് ചാടുകയാണ്. അവന്റെ അമ്പിന് അവളെ തൊടാൻ പോലും സാധിച്ചില്ല. പക്ഷെ സിംഗയ്ക്ക് സംഭവിച്ച ആ ഒരു കാര്യം ഓർത്ത് ഫ്രിഗ് ഒത്തിരി വിഷമിക്കുകയാണ്. വീണ്ടും എല്ലാം ആ പഴയ പോലെ തന്നെയായി. ഫ്രിഗിനെയും കൂട്ടി ഡാക്മറും കൂട്ടാളികളും അവരുടെ താവളത്തിലേക്കെത്തി. ഇപ്പോൾ ഡാക്മറിന്റെ കൂടെ ആകെ 2 പേർ മാത്രമാണ് അവശേഷിക്കുന്നത്. ഫ്രിഗ് ആണെങ്കിൽ സിംഗയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ട് ഒരു ചെറിയ തടിക്കഷ്ണത്തിൽ എന്തോ ഒരു രൂപം കൊത്തുന്നുണ്ട്. അത് കണ്ട് ഡാക്മർ അവളോട് സംസാരിക്കുമ്പോൾ അവൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അതേസമയം വെള്ളത്തിലേക്ക് ചാടിയ സിംഗ ഒരു പാറയിൽ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അവളുടെ മരിച്ചുപോയ ഓരോ കുടുംബത്തിനെയും കൂടെ അവൾക്കും പോകാൻ സമയമായി എന്ന് തോന്നുന്ന നിമിഷം അവൾ അനിയന് വേണ്ടി ഉണ്ടാക്കിയ മാല അവന്റെ നേർക്ക് നീട്ടുന്നു. അവനത് അവളുടെ കയ്യിൽ തന്നെ വെച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ സിംഗ മരിച്ചിട്ടില്ല. അവൾക്ക് നേരിടാൻ ഇനിയും ഒത്തിരി പരീക്ഷണങ്ങൾ ബാക്കിയുണ്ട്. ഒരുപക്ഷെ ഇതൊരു നിയോഗമായിരിക്കാം. ബോധം വരുന്ന സിംഗ ആദ്യം പോകുന്നത് അവൾക്ക് നേരത്തെ സംരക്ഷണം കിട്ടിയ ആ ഒരു വീട്ടിലേക്കാണ്. അവിടെ തണുപ്പകറ്റാൻ വേണ്ടി തീ കായുമ്പോൾ അവളെ സംരക്ഷിച്ച ആ നല്ല മനുഷ്യന്റെ വിയോഗം അവളെ ഒത്തിരി വിഷമിപ്പിക്കുന്നുണ്ട്. അവൾ അദ്ദേഹത്തിന്റെ ബോഡി അവിടെ സംസ്കരിക്കുന്നു. ശേഷം തിരിച്ച് വീട്ടിനുള്ളിൽ കയറുമ്പോൾ നേരത്തെ അവർ കഴിച്ച ഭക്ഷണം കാണുമ്പോൾ ഫ്രിഗിനെ കുറിച്ച് അവൾ ചിന്തിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന കരടിയെ കൊല്ലുന്ന ആ ആയുധം നോക്കി അവൾ എന്തോ മനസ്സിലുറപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ ഡാക്മറിനെയും കൂട്ടരെയും കാണുമ്പോൾ അവരെല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പുറത്ത് കാവൽ എന്ന പോലെ ഇരിക്കുന്ന ഒരുത്തനും ചെറുതായിട്ട് മയങ്ങുന്നുണ്ട്. പെട്ടെന്ന് ആരോ നീങ്ങുന്നത് പോലെ ശബ്ദം കേൾക്കുന്ന അവൻ ആയുധമെടുത്ത് എഴുന്നേറ്റ് നോക്കുന്നു. അപ്പോൾ അതിലൂടെ നമ്മുടെ സിംഗ ഓടുകയാണ്. അവൾ മനഃപൂർവ്വം അവന്റെ ശ്രദ്ധ അവളിലേക്ക് തിരിച്ച് ഓടി പോവുകയാണ്. അവനും അവളുടെ പുറകെ തന്നെ വെച്ച് പിടിക്കുകയാണ്. പെട്ടെന്ന് അവൻ അവളെ കാണാതെ ചുറ്റിനും നോക്കുന്നു. അപ്പോൾ അവന്റെ പുറകിലായിട്ട് നിന്നിരുന്ന സിംഗ അവനെ വിളിക്കുകയാണ്. അവൻ വീണ്ടും അവളെ ഓടിക്കുമ്പോൾ സിംഗ അവിടെ വീണ് പോകുന്നുണ്ട്. അന്നേരം അവനും അവളുടെ നേർക്ക് ആയുധമായിട്ട് വരുമ്പോൾ അവൾ അവിടെ മണ്ണിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന മറ്റേ കരടിയെ കൊല്ലുന്ന ആയുധമില്ലേ, അതെടുത്ത് മുൻപ് ആ വീട്ടിലെ പുള്ളിയുമായി പ്രാക്ടീസ് ചെയ്ത പോലെ അതുപോലെ അവനെ കൊല്ലുകയാണ്. അതെ, അവളെല്ലാം കണക്കുകൂട്ടി തന്നെയാണ് ഈ ഒരു റിസ്കിയായ സ്ഥലത്തേക്ക് തിരിച്ചു വന്നത്. ആദ്യത്തെ ആളെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടെ അവശേഷിക്കുന്നത് ഒരുത്തൻ മാത്രമാണ്. അവനെ കൂടി ഇല്ലാതാക്കിയാൽ ഡാക്മർ പിന്നെ തനിച്ചാകും. ആ ഒരു ഉദ്ദേശത്തോടെ സിംഗ അടുത്തയാളെയും തന്ത്രപൂർവ്വം അവളുടെ പിന്നാലെ വരുത്തുന്നു. ഇത്തവണ സിംഗയുടെ ആയുധം അമ്പുകളാണ്. എന്നാലും അവൾ അവിടെ അവന് വേണ്ടി ഒരു കെണി വെക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് പാളുമ്പോൾ അവൻ അവളുടെ പുറകെ ഓടുകയാണ്. ഓടി ഓടി കുറച്ചു ദൂരം എത്തുമ്പോൾ സിംഗ അവനെ നേർക്ക് അമ്പെയ്യുന്നുണ്ട്. പക്ഷേ അതവന്റെ ദേഹത്ത് കൊണ്ടേയില്ല. അപ്പോഴവൾ അച്ഛൻ പഠിപ്പിച്ച ആ ഒരു കാര്യം ഓർക്കുകയാണ്. തിടുക്കം വേണ്ട സിംഗ, അമ്പിനൊപ്പം ലക്ഷ്യം വെക്കേ. അങ്ങനെ അവൻ അവളുടെ തൊട്ടടുത്തെത്തും മുൻപ് തന്നെ സിംഗയുടെ അമ്പ് അവന്റെ ജീവൻ എടുക്കുകയാണ്. ഇതേസമയം ഡാക്മർ ഒരു ഭയത്തോടു കൂടിയാണ് ഉറക്കം എഴുന്നേൽക്കുന്നത്. സിംഗ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാവണം അത്രയും നേരം ഡാക്മറിനൊപ്പം കിടന്നിരുന്ന ഫ്രിഗിനെ ഇപ്പോൾ ഡാക്മർ ഒരു മരത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ എത്തുന്ന സിംഗ ഫ്രിഗിനെ കെട്ടെല്ലാം അഴിക്കാൻ ശ്രമിക്കുമ്പോൾ കെണി വെച്ച് കാത്തിരുന്ന പോലെ ഡാക്മർ അമ്പുമായി വരികയാണ്. അവൾ പെട്ടെന്ന് അമ്പെയ്യാൻ പോകുമ്പോൾ ഫ്രിഗ് അത് കണ്ട് പേടിക്കുന്നുണ്ട്. സിംഗയും ഫ്രിഗും തല ഒന്ന് വെട്ടിക്കുമ്പോൾ അവരുടെ ഇടയിലൂടെ ചെറിയൊരു ഗ്യാപ്പിൽ ആ അമ്പ് തെറിച്ചു പോവുകയാണ്. അപ്പോൾ തന്നെ സിംഗ അവിടെ നിന്ന് ഓടുന്നുണ്ട്. അവളുടെ പിന്നാലെ തന്നെ ഡാക്മർ ഓടുകയാണ്. ആ സമയത്ത് ഫ്രിഗ് ആണെങ്കിൽ അവളുടെ കയ്യിലെ കെട്ട് മുഴുവനായിട്ട് അഴിക്കാനായിട്ട് നന്നായിട്ട് കഷ്ടപ്പെടുകയാണ്. ഡാക്മർ ആണെങ്കിൽ സിംഗയെ പിന്തുടർന്ന് ഒരു നദിയും പാറയുമുള്ള ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ മുകളിലെ പാറയിൽ നിന്ന് ഡാക്മർ
ഡാക്മറിന്റെ ദേഹത്തേക്ക് ചാടി വീഴുകയാണ് സിംഗ. അപ്പോൾ ഡാക്മറിന്റെ കയ്യിലുണ്ടായിരുന്ന ആ അമ്പും വില്ലുമെല്ലാം അവിടെ വെള്ളത്തിലേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. ഡാക്മറിന് അവരുടെ മെയിൻ ആയുധം നഷ്ടപ്പെട്ടെങ്കിലും അവിടെ അരയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് സിംഗയുടെ നേർക്ക് വരുമ്പോൾ സിംഗയും അവരുടെ കയ്യിൽ കരുതിയ ആ ഒരു കത്തിയെടുത്ത് ഡാക്മറിന്റെ കയ്യിൽ വെട്ടുകയാണ്. ഉടൻ തന്നെ ഡാക്മർ സിംഗയുടെ കഴുത്തി നേരെ കത്തി വീശുകയാണ്. സിംഗയും ഒഴിഞ്ഞു മാറിയിട്ട് ഡാക്മറിനെ കുത്താൻ നോക്കുമ്പോൾ ഇത്തവണ ഡാക്മർ സിംഗയുടെ കയ്യിൽ കുത്തി പരിക്കേൽപ്പിക്കുകയാണ്. മാത്രമല്ല ഡാക്മർ അവളെ അടിച്ചിട്ട് ആയുധം തെറിപ്പിച്ച് നിലത്തിടുന്നുമുണ്ട്. നിലത്ത് വീണ് കിടക്കുന്ന സിംഗയുടെ നേർക്ക് വന്ന് ഡാക്മർ പറയുന്നത്, നീ ഇതിനു മുൻപ് പുഴയിൽ വീണിട്ടുണ്ട്, നിങ്ങളും എന്ന് പറഞ്ഞ് മാനസികമായിട്ട് തളർത്തി സിംഗയും പുറകിലേക്ക് നിരങ്ങി പോവുകയാണ്. ദേഷ്യം വരുന്ന ഡാക്മർ ആണെങ്കിൽ അവളെ കുത്താൻ തുടങ്ങുമ്പോൾ സിംഗ ആ കത്തി ചവിട്ടി തെറിപ്പിക്കുകയാണ്. സോ ഡാക്മർ സിംഗയുടെ കഴുത്തിന് പിടിച്ചിട്ട് വെള്ളത്തിലേക്ക് മുക്കിക്കൊല്ലാൻ നോക്കുകയാണ്. സിംഗയും ആ വെള്ളത്തിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പിടയുന്ന സമയത്ത് പെട്ടെന്ന് മമ്മ എന്നൊരു വിളി കേൾക്കുന്നു. അത് കേട്ട് ഡാക്മറുടെ മനസ്സ് നിറയുകയാണ്. അവൾ സിംഗയുടെ മേലുള്ള പിടിയൊക്കെ വിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദാ അവിടെ ഫ്രിഗ് നിൽക്കുകയാണ്. ഡാക്മർ ഇത്രയും വർഷം കാത്തിരുന്ന വിളിയാണ് ആ കേട്ടത്. ഫ്രിഗ് അവളെ മമ്മ എന്ന് വിളിച്ചിരിക്കുന്നു. നീ എന്താ വിളിച്ചത്? ഡാക്മർ വളരെ വളരെ സ്നേഹത്തോടെ ഇമോഷണൽ ആയിട്ട് ചോദിക്കുകയാണ്. എന്റെ മോളെ അടുത്തേക്ക് വായോ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിൽക്കുമ്പോൾ ഫ്രിഗിന്റെ മുഖത്തെ ഭാവം പെട്ടെന്ന് മാറുകയാണ്. കാരണം ഡാക്മറിന്റെ പുറകിലായിട്ട് നേരത്തെ വെള്ളത്തിലേക്ക് വീണ അവളുടെ ആയുധം എടുത്ത് സിംഗ നിൽക്കുന്നുണ്ടായിരുന്നു. ഡാക്മർ അത് മനസ്സിലാക്കാൻ എടുക്കുന്ന ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ സിംഗ ഡാക്മറിന് നേർക്ക് അമ്പെയ്യുകയാണ്. ആ വേദനയിൽ ഡാക്മർ പയ്യെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ഒരു നിമിഷം ഫ്രിഗിനെയും നോക്കി അവൾ ആ വെള്ളത്തിലേക്ക് വീഴുകയാണ്. അങ്ങനെ ഡാക്മറുടെ മകളുടെ മരണം പോലെ തന്നെ അവളും ആ വെള്ളത്തിലേക്ക് ലയിച്ചു. ജീവൻ നിലനിർത്താൻ സാധിച്ച ആ ഒരു സമാധാനത്തിൽ സിംഗയും ഫ്രിഗും ഹഗ് ചെയ്യുകയാണ്. ശേഷം അവർ രണ്ടുപേരും ചേർന്ന് സിംഗയുടെ അനിയന്റെ ബോഡിയിൽ അത് സംസ്കരിക്കുകയാണ്. എനിക്ക് അവനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. വിഷമത്തോടെ സിംഗ അത് പറയുമ്പോൾ ഫ്രിഗ് ഒരു മരത്തിൽ കൊത്തിയ കുതിരയുടെ ടോയ് ആ കുഴിമാടത്തിലേക്ക് വെക്കുകയാണ്. മുൻപൊരിക്കൽ അവൾ മരക്കഷ്ണത്തിൽ കത്തികൊണ്ട് കൊത്തി ഉണ്ടാക്കിയത് ഇതായിരുന്നു. മുൻപ് സിംഗയുടെ അനിയന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ടോയ് അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നതാണല്ലോ. ഇപ്പോൾ ടൊർമോഡിന് വേണ്ടി ഫ്രിഗ് ഇക്കാര്യം ചെയ്യുന്നത് കണ്ട് സിംഗ അവളുടെ അനിയന് വേണ്ടി ഉണ്ടാക്കിയ ആ ഒരു മാലയില് അത് ഫ്രിഗിനിട്ട് കൊടുക്കുകയാണ്. അതിൽ റൂൺ പുരാതന റോമൻ അക്ഷരമാലയിലെ ഒരു അക്ഷരമുണ്ടായിരുന്നു. ഇതെന്താണ് എന്ന് ഫ്രിഗ് ചോദിക്കുമ്പോൾ ഓഡൽ എന്ന് സിംഗ പറയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഫാമിലി. അത് കേട്ട് ഫ്രിഗ് സിംഗയെ മുറുക്കി കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അനാഥരായ ആ രണ്ട് പെൺകുട്ടികൾ ഒരു കുടുംബമായി അവരുടെ ജീവിതത്തിലേക്ക് നടന്നു പോകുന്നത് കാണിച്ച് ഈയൊരു കിടിലൻ പടം ഇവിടെ അവസാനിക്കുകയാണ്. ഓൾറെഡി പ്ലേഗ് എന്ന ആ ഒരു മഹാവിപത്തിനെ പേടിച്ചിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുമ്പോഴാണ് സിംഗയ്ക്ക് അവളുടെ ഫാമിലിയെ ഒന്നടങ്കം നഷ്ടപ്പെടുന്നത്. ആക്ച്വലി ഡാക്മർ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തി എന്ന് പറയാം. എന്നിട്ടും തുടർന്ന് നേരിടേണ്ടി വന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് സിംഗ മുന്നോട്ട് പോകുമ്പോൾ ഫ്രിഗിന് വേണ്ടി അവളെ നിയോഗിച്ചത് പോലെയാണ് എല്ലാം സംഭവിച്ചത്. ഇവിടെ നെഗറ്റീവ് ക്യാരക്ടറായ ഡാക്മറിനെയും നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താനൊന്നും സാധിക്കില്ല. കാരണം ഡാക്മറും ഒരു വിക്ടിം ആയിരുന്നല്ലോ. മുൻപാരോ പറഞ്ഞു കേട്ടതുപോലെ ഒരാൾ ജനിക്കുമ്പോൾ തന്നെ കൊലപാതകയും ക്രിമിനലും ഒന്നും ആകണമെന്നില്ലല്ലോ. അവരവരുടെ സാഹചര്യങ്ങളും സമൂഹവും ഒക്കെ അവരെ അങ്ങനെ ആക്കി തീർക്കുന്നതായിരിക്കാം. ഇവിടെ ഡാക്മറിന്റെ കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ അവർ നല്ലൊരു അമ്മയായിരുന്നു. അതുകൊണ്ടാണല്ലോ അവസാന നിമിഷം ഫ്രിഗിന്റെ മമ്മ എന്നൊരു വിളിയിൽ അവരുടെ ശ്രദ്ധയെല്ലാം തന്നെ മാറിപ്പോയത്. പിന്നെ ഫ്രിഗിനും സിംഗയ്ക്ക് വേണ്ടി പൊരുതി മരിച്ച ആ വീട്ടിലെ മനുഷ്യൻ. ആരുമില്ലാത്തവർക്ക് ആശ്രമമായിട്ട് ഇങ്ങനെ നല്ല മനുഷ്യരും നമുക്കിടയിൽ ഉണ്ടാകും. മൊത്തത്തിൽ കുറെ സോഷ്യലി റിലേറ്റബിൾ ആയിട്ടുള്ള മികച്ചൊരു ദൃശ്യാനുഭവം ഒരുക്കിയ ചിത്രമായിരുന്നു ഇത്. ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയേണ്ട ഒന്നായിരുന്നു കേട്ടോ. ബിക്കോസ് ആ ഫുൾ മൂവിയുടെ മൂഡ് ശരിക്കും ഫീൽ ചെയ്യാൻ വൺ ഓഫ് ദ ബെസ്റ്റ് റീസൺ അത് തന്നെയായിരുന്നു. പിന്നെ അവിടുത്തെ ലൊക്കേഷൻ ആണെങ്കിലും ആക്ടിംഗ് മെത്തേഡ് ആണെങ്കിലും നിങ്ങൾ ഈ പടം കാണുമ്പോൾ ശരിക്കും നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു നല്ലൊരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. കഥയും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പ്ലനേഷനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.